കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളും എന്തോ ഒരു പാതകം ചെയ്തതുപോലെ ഒരു നിലപാട് നേരത്തെ സ്വീകരിക്കുന്നത് കണ്ടു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി തങ്ങളെക്കുറിച്ച് രാഷ്ട്രീയമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പരാമർശത്തെയാണ് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് പറയുന്നതായി കണ്ടു. ഹൈദരലി തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതും കേരളത്തിലെ MLA-മാരുടെ കണക്കെടുത്താൽ പ്രധാനപ്പെട്ട 3-4 രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റിനെതിരെ ഞങ്ങൾ ശക്തമായി വിമർശിക്കുകയും ചെയ്യും. തിരിച്ച് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷിക്കെതിരെ ഏതൊക്കെ നിലയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്? രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി നാം പറയുമ്പോൾ തിരിച്ച് രാഷ്ട്രീയമായി കാര്യങ്ങൾ ജനാധിപത്യപരമായി സഹിഷ്ണുതയോടുകൂടി കേൾക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. KPCC പ്രസിഡന്റിനെ എത്രയോ തവണ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അന്നൊന്നും പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെ വിമർശിച്ചപ്പോൾ ഈ നിലവിളിയോ കരച്ചിലോ നമ്മൾ കണ്ടിട്ടില്ല. ഇത് തന്നെ മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്താനും അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനുമുള്ള കുടില തന്ത്രമായിട്ടാണ് കാണേണ്ടത്.